പാപികൾ ആണ് ഒരു കൂട്ടർ, അല്ലാത്തവർ പീഡിതർ ആണ്. പാപികളും പീഡിതരും എന്നുള്ള രീതിയിൽ സമൂഹത്തെ വിഭജിക്കുന്നു എന്നുള്ളതാണ് വോക്കിസത്തിൻ്റെ അടിസ്ഥാനം. പിന്നെ അതിന് ഉപയോഗിക്കുന്ന ടൂളുകൾ, ഇൻടോളറൻസ് എന്ന് പറയുന്ന, ഒരിക്കലും സോഷ്യൽ ഹാർമണി വോക്കിസ്റ്റുകൾ അംഗീകരിക്കുന്നില്ല. അനുരഞ്ജനം, ഒത്തുതീർപ്പ്, കലർപ്പ്, സമാധാനം, ഇതൊന്നുമല്ല. കമ്മ്യൂണിസത്തിലും അങ്ങനെയല്ല, വോക്കിസത്തിലും അങ്ങനെ തന്നെയാണ്. അവർ വളരെ റാഡിക്കൽ ആക്ടിവിസ്റ്റുകളാണ് അവർ. ഞാൻ കഴിഞ്ഞ പല ലൈവുകളിലും പറഞ്ഞോണം, ഇപ്പോൾ ജോർജ് വാഷിങ്ടണും അതുപോലെ തോമസ് ജെഫേഴ്സണും ഒക്കെ അടിമകളെ സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രതിമകൾ നശിപ്പിക്കുക. അല്ലെങ്കിൽ അബ്രഹാം ലിങ്കണിൽ, പിന്നെ അടിമകളുടെ വിമോചകനായി അറിയപ്പെടുന്ന അബ്രഹാം ലിങ്കണിൽ അടിമത്തത്തെ ന്യായീകരിക്കുന്ന വരികളുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ട് പുള്ളിക്കെതിരെ പുസ്തകങ്ങൾ എഴുതുക, പ്രസംഗങ്ങൾ നടത്തുക. അപ്പോൾ ഒരുപാട് പുറകോട്ട് പോയി. അത് ട്വീറ്റുകളായിരിക്കാം, ചിലപ്പോൾ പ്രസംഗങ്ങളായിരിക്കാം, പലതും മിസ്കോട്ടുകളായിരിക്കാം, മിസ്ഇൻഫർമേഷൻ ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ ഉള്ളവരെ മാത്രം ശിക്ഷിക്കുക എന്നുള്ളതല്ല, പുറകിലിരുന്ന ഈ ചരിത്ര പുരുഷന്മാരെ കൂടി ഡീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത്. കാരണം ഈ വോക്കിസം ഈ പോസ്റ്റ് മോഡേണിസത്തിൻ്റെയും കൾച്ചറൽ മാർക്സിസത്തിൻ്റെയും റാഡിക്കൽ ആക്ടിവിസത്തിൻ്റെയും കൂടെ, ഈ മൂന്നെണ്ണത്തിൻ്റെയും കൂടെ ഒരു കുഴഞ്ഞ സാധനമാണ്. അപ്പോൾ അതിനകത്ത് പോസ്റ്റ് മോഡേണിസം ഒരുപാടുണ്ട്. സത്യം സംബന്ധിച്ചുള്ള ക്ലെയിംസ്, വളരെ വിചിത്രമായിട്ടുള്ള ക്ലെയിംസ് പലപ്പോഴും. ഇപ്പോൾ ഞാൻ ഈ ഇതിനകത്ത് തന്നെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മിനസോട്ടയിലെ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഓത്താണ്. അവർ ഓത്ത് എടുക്കുന്നതിൽ അത് വോക്കിസ്റ്റ് ഓത്താണ്, സാധാരണ ഓത്തല്ല. അതിനകത്ത് സ്ട്രക്ചറലായിട്ടുള്ള ഇൻജസ്റ്റിസിനെ കുറിച്ചും ഇനീക്വാലിറ്റിയെ കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് അവസാനം പറയുന്നുണ്ട്, എല്ലാത്തരം വൈദ്യങ്ങളും ജനങ്ങൾക്ക് സ്വീകാര്യമാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്ന എല്ലാത്തരം വൈദ്യങ്ങളെയും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും എന്നുകൂടിയൊക്കെയാണ് വോക്ക് എടുക്കുന്നത്. ഇത് ശരിക്കും ഒരു സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള പോസ്റ്റ് മോഡേണിസ്റ്റ് ആയിട്ടുള്ള ക്ലെയിംസ് ആണ് ശരിക്കും ഈ വോക്കിസത്തിൽ എൻ്റർടൈൻ ചെയ്യുന്നത്. അത് സ്വാഭാവികമാണ്. കാര്യം ഈ മാർക്സിസത്തിലായാലും വോക്കിസത്തിലായാലും അത് ബേസിക്കലി ആൻറ്റി സയൻസ് ആണ്, ശാസ്ത്രവിരുദ്ധമാണ്. അതിൻ്റെ ശാസ്ത്രവിരുദ്ധമാണ് അതിൻ്റെ ഒരു ടെനൻ. കാരണം ബിക്കോസ് ഇറ്റ്സ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് റൈം റീസൺ എവിഡൻസ് അല്ല, ഇമോഷൻസ് ആണ്. ഇമോഷൻസ് വെച്ച് റൺ ചെയ്യുന്ന ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, ഗട്ട് ഫീലിങ്സ്, അത് വെച്ച് റൺ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഈവൻ എ തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എന്താ പറയുക, സൂപ്പർഫ്ലൂവസ് ആയിരിക്കും. ബേസിക്കലി അതൊരു ഷോ ബിസിനസ് പോലെ പലപ്പോഴും ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ വോക്കിസത്തിനും സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡിറോഗേറ്ററി ടേം ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ വോക്കിസം ഒരു വെസ്റ്റേൺ പ്രോഡക്റ്റാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഇതിന് നല്ല സ്വാധീനമുണ്ട്. 2010 അവിടെ തുടങ്ങിയെങ്കിൽ വളരെ വൈകാതെ തന്നെ ഇവിടെ കേരളത്തിലും ഈ വോക്കിസ്റ്റുകൾ പല രൂപത്തിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ പല രീതിയിലും കാണാം. എമംഗ് മാർക്സിസ്റ്റ് കാണാൻ കഴിയും, കേരളത്തിൽ തന്നെ യുക്തിവാദികൾക്കിടയിൽ കാണാൻ കഴിയും. ഈവൻ കേരളത്തിലെ ചില യുക്തിവാദികൾ ഫുള്ളി 100% വോക്കിസ്റ്റുകളാണ്. ലൈക്ക് ജാതി യുക്തിവാദികൾ. അവർ വോക്കിസത്തിൻ്റെ ഓരോ അവിടെ മഴ പെയ്യുമ്പോൾ ഇവിടെ കുട പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അലീജിയൻസ് ടു ദ വെസ്റ്റേൺ വോക്കിസം എന്ന് വേണമെങ്കിൽ മിതമായി പറഞ്ഞു വെക്കാം.